ഹലോ ആംസൺ ഫാമിലി, ഞാൻ നിൽക്കുന്നത് പേട്ട എന്നൊരു ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. ട്രിവാൻഡ്രത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അവിടെ എനിക്കൊരു 3200 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഞാൻ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചെയ്തിട്ട് ഏതാണ്ട് 1.5 വർഷമായി. ഈ വീട് ഞാൻ ചെയ്തിട്ടുള്ളത് 45 ഡേയ്സ് 45 ദിവസം കൊണ്ടാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഞങ്ങൾ വീടിൻ്റെ എലിവേഷനകത്തൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അപ്പം ഓൾറെഡി 42 ഇയേഴ്സ് ആയി. അപ്പം ഇതിൻ്റെ അകത്തുള്ള ടൈല്, അതുപോലെ കിച്ചൺ, അതുപോലെ ബാത്റൂം, പെയിൻറ്, ഇലക്ട്രിക്കൽ, പ്ലംബിങ്, അതുപോലെ ഔട്ട്സൈഡുള്ള പിന്നെ വിൻഡോ, അതേപോലെ ഡോറ്, ഇങ്ങനെയുള്ള എല്ലാ സംഭവം കംപ്ലീറ്റ് സ്ട്രക്ചർ ഒഴിച്ചിട്ട് എല്ലാ മെറ്റീരിയൽസും മാറ്റി ഫുൾ ചേഞ്ച് ചെയ്തൊരു വീടാണിത്. ഇതിൻ്റെ ഫ്ലോർ എല്ലാം പഴയ മൊസൈക്കായിരുന്നു. ആ മൊസൈക്കിനെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടൈൽ ഒട്ടിച്ചത്. മൊസൈക്ക് എന്ന് വെച്ചാൽ എടുത്ത് മാറ്റിയതല്ല, മൊസൈക്കിനെ ഫുൾ സ്ക്രബ് ചെയ്തിട്ട് അതിനകത്ത് പ്രോപ്പറായിട്ട് ടൈൽ ടു ടൈൽ ഗം ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഏതാണ്ട് 1.5 വർഷമായിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഫ്ലോർ എല്ലാം വളരെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് അത് നിൽക്കുന്നത്. വളരെ ഭംഗിയായിട്ടും വളരെ നീറ്റ് ആയിട്ടുണ്ട്. പെയിന്റിങ് എല്ലാം അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി ആയിട്ട് ഇരിപ്പുണ്ട്. നേരത്തെ ഈ വീടിന്റെ ലിവിംഗ് റൂം എന്ന് വെച്ചാൽ ഇവിടെ ഡൈനിങ്ങും ലിവിങ്ങിന്റെ ഇടയ്ക്കൊക്കെ ഒരു വാൾ ഉണ്ടായിരുന്നു. ആ വാളിനെ ഡിമോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ ലിവിങ് ഡൈനിങ് എല്ലാം ഒരേ ലെവലിൽ ഒറ്റ ഹോളിനായിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഡൈനിങ് ഇരിക്കുമ്പം നമുക്ക് TV കാണാനും അതേപോലെ തന്നെ ഒരു ലോങ് വ്യൂ ഇതുകൂടെ നമുക്ക് കിട്ടുന്നുമുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നേരത്തെ ഒരു പഴയ ഷോക്കേസ് ഒക്കെ ആയിരുന്നു. അപ്പൊ അതിനെ നമ്മൾ ഷോക്കേസ് എല്ലാം ചേഞ്ച് ചെയ്ത് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാഷ് കൗണ്ടറാണ്, ഡൈനിങ് വാഷ് കൗണ്ടറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മിറർ എന്ന് പറഞ്ഞാൽ നമുക്ക് മൂവബിൾ മിററാണ്. 2 സൈഡിൽ നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. ഇത് ലെഫ്റ്റും റൈറ്റും മൂവ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ ബേസിന്റെ ടാപ്പ് കൊടുത്തത് വോൾമോൺ ടാപ്പാണ്. വോൾമോൺ ടാപ്പ് കൊടുത്തത് കൊണ്ട് നമുക്ക് കൈ വാഷ് ചെയ്യുമ്പം നമ്മുടെ കയ്യിൽ നിന്നും ബേസിന്റെ സൈഡൊന്നും നമുക്ക് ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് കൈ വാഷ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും വാഷ് ബേസിന് ടാപ്പ് വോൾമോണ്ട് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമ്മൾ താഴെ സ്റ്റോറേജ് എല്ലാം 2 സ്റ്റോറേജ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഷട്ടറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ ഇതിന് കുറച്ച് ആംബിയൻസിന് വേണ്ടി ഇവിടെ ലൈറ്റും ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഞാനിപ്പം കിച്ചന്റെ ഫ്രണ്ടിലാണ്, ഓപ്പൺ കിച്ചന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ലിവിംഗ് ഡൈനിങ്ങിന്റെ കൂടെ വരുന്ന ഒരു കിച്ചണാണ്. അപ്പം ആക്ച്വലി ഇതൊരു പഴയ വീടാണ്. 43 ഇയേഴ്സ് പഴയ വീടായതുകൊണ്ട് ഇതിനെ ബിൽഡിങ്ങിനെ ഡിമോളിഷ് ചെയ്യുന്നല്ല പ്രാധാന്യം, ഇതിനെ ഉള്ളതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ടാസ്ക്. അപ്പോൾ ഇത് നേരത്തെ ഇത് സ്റ്റോർ റൂമായിരുന്നു. ഇവിടെ ഒരു പാസേജ് ആയിരുന്നു. ഇത് ആക്ച്വലി ഇവിടുന്ന് ഒരു പാസേജ് ആയിരുന്നു ബാക്കിലോട്ട് പോകാനായിട്ട്. കിച്ചൺ ബാക്കിലായിരുന്നു. ഇതൊരു സ്റ്റോറായിരുന്നു. ഈ സ്റ്റോറിനെയാണ് നമ്മൾ ഇവിടെ ഒരു ഫുൾ വാളൊക്കെ ഉണ്ടായിരുന്നു. ഈ വാളിനെ എല്ലാം ഡിമോളിഷ് ചെയ്ത് ഇതിനെ മേളിൽ ഇതിനെ സപ്പോർട്ട് ബീം എല്ലാം കൊടുത്തിട്ടാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ആ ഭാഗം ആയതുകൊണ്ട് ഇവിടെ നമ്മളൊരു പാൻട്രി ടേബിളും അത് 2 ലെവൽ ഹൈറ്റിലാണ് നമ്മളിത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം നമുക്ക് ഇവിടെ നിന്നും ഫുഡ് കഴിക്കാം, ഇവിടെ നിന്ന് നമുക്ക് സെർവ് ചെയ്യാനും പറ്റും. ആ ഒരു രീതി ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അതിന് ഭംഗിയായിട്ട് ഈ സൈഡിൽ ഒരു ഷെൽഫും അതിന്റെ കാണാൻ ഒരു ഡിസൈൻ ബേസ് ചെയ്ത് ഭംഗിയായിട്ട് ഇതിനിവിടെ ഒരു വുഡൻ പാനലിംഗ് കൂടെ താഴോട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇപ്പം കിച്ചണിലാണ്, കണ്ടാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊരു 1.5 വർഷം പഴക്കമുള്ള ഒരു കിച്ചണാണ്. വളരെ വെൽ മെയിൻറ്റെയിൻ ആണ്. അത് മാത്രമല്ല, കിച്ചൺ കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിച്ചണാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ടവലും ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നത്. സോ വേറെ പ്രത്യേകിച്ച് ഞാൻ നോക്കിയെടുത്തോളം 1.5 വർഷം കഴിഞ്ഞു, എന്നാലും പറയത്തക്ക കംപ്ലയിൻസ് ഒന്നും ഇതിനകത്ത് കാണാനൊന്നുമില്ല. എൻ്റെ കസ്റ്റമറും അത്യാവശ്യം ഹാപ്പിയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സാധാരണ രീതിയിലൊരു എന്ത് ചെയ്താലും പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു കംപ്ലയിൻസ് വന്നാൽ തന്നെയും അതിന് ആഫ്റ്റർ സർവീസ് നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. ബേസിക്കലി കിച്ചണൊക്കെ ആണല്ലോ ഏറ്റവും കൂടുതലും കുറച്ച് നാൾ കഴിയുമ്പം ചില ഫോൾട്ടൊക്കെ വരുന്നത്. അത് നമ്മുടെ കമ്പനി 100% അത് 1 വർഷം കഴിഞ്ഞാലും 1.5 വർഷം കഴിഞ്ഞാലും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ സർവീസ് കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ 1.5 വർഷം 2 വർഷം പഴക്കമുള്ള ഒരു വീട്ടിൽ പോയാലും നമുക്ക് വളരെ ഹാപ്പിയാണ്, കസ്റ്റമറും വളരെ ഹാപ്പിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പറയത്തക്ക കംപ്ലയിൻസ് ഒന്നും കസ്റ്റമറിന് പറയാൻ കാണത്തില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എത്ര വർക്ക് ചെയ്താലും എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് വന്നാലും ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഈ സർവീസ് തരാൻ പറ്റും. ഞങ്ങളുടെ കമ്പനിയിൽ അതിന് വേണ്ടി മാത്രം ഒരു സെക്ഷൻ ഉണ്ട്. അത് ഞങ്ങൾ പറയുന്ന ആംസൺ ലൈഫ് എന്നാണ്.
ആ ലൈഫിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് വീട് മാത്രം കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കമ്പനി അല്ല ഇത്. വീട് കൺസ്ട്രക്ഷൻ കമ്പനി കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ഞങ്ങൾ ഭാവിയിലുള്ള ഫ്യൂച്ചർ കാര്യങ്ങൾ 3 വർഷമായാലും 5 വർഷമായാലും ഈവൻ ഞങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞുള്ള കസ്റ്റമറുമായിട്ട് നമ്മളിങ്ങനെ സർവീസും കാര്യങ്ങളും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നേരത്തെ ഒരു സ്റ്റോർ റൂം ആയിരുന്നു. ഇതൊരു റൂമായിരുന്നു. കിച്ചൺ അപ്പുറത്തായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഞാൻ ഈ സ്റ്റോർ റൂം ഞാൻ ഡിമോളിഷ് ചെയ്ത സമയത്ത് ഇവിടെ അഡീഷണൽ ബീം ഈ റൂമിനും കൊടുത്തിട്ടാണ്. മേളിൽ റൂം ഉണ്ടായതുകൊണ്ട് അഡീഷണൽ ബീം കൊടുത്തിട്ടാണ് ഞാൻ ഈ കിച്ചണായിട്ട് മാറ്റിയത്. മാത്രമല്ല ഇതിനകത്തുള്ള ഈ ഗ്രാനൈറ്റ് സ്ലാബ് എല്ലാം എമറാൾഡ് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു സ്ലാബാണ്, ഗ്രാനൈറ്റ് സ്ലാബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗിൽട്ടറിങ്ങും പിന്നെ ഇവിടെ അത്യാവശ്യം കാണാൻ ആംബിയൻസ് ആണ് മെയിൻ ആയിട്ടുള്ളൊരു. പിന്നെ ഗ്രാനൈറ്റിന്റെ ഫ്ലോർ എല്ലാം നല്ല അത്യാവശ്യം വെട്ടം ഉണ്ടായിരിക്കും നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം വന്ന സാധനമാണ്. ഇത് ഗവൺമെന്റിന്റെ ഗ്യാസ് ലൈൻ ആണ്, അതുകൊണ്ടാണ് ഈ പുറത്തുകൂടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ ഇലക്ട്രിക്കൽ സ്വിച്ചസ് എല്ലാം നമ്മൾ നെക്സ്റ്റ് ജെൻ എന്നൊരു ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലെഗ്രാൻഡിന്റെ നെക്സ്റ്റ് ജെൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇതുമായിട്ട് കളർ കോമ്പിനേഷൻ ലെവലിലോ ബ്ലാക്ക് ഫിനിഷ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഇതിനകത്ത് കിച്ചൺ സിങ്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ് മെയ്ഡ് സിങ്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം നീറ്റ് ആയിട്ടുണ്ട്. ഈ സിങ്കിന്റെ അടിയിൽ ലീക്ക് ഒന്നുമില്ല. കാരണം സിങ്ക് ഫിക്സ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിങ്ക് ഫിക്സ് ചെയ്യുമ്പോൾ ഗ്രാനൈറ്റിന്റെ അടി വെക്കുന്ന സിങ്ക് ഉപയോഗിക്കുന്നതിന് പകരം ഗ്രാനൈറ്റിൽ ഗ്രൂവ് ഇട്ട് എപ്പോക്സി ഫില്ല് ചെയ്യുന്ന സിങ്ക് മാക്സിമം ഉപയോഗിക്കാവും. അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിങ്കിനകത്ത് പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് വാഷ് ചെയ്യുമ്പോൾ അത്രയും വെയിറ്റ് വരുമ്പം ഗ്രാനൈറ്റ് അടി ഫിക്സ് ചെയ്യുന്ന സിങ്ക് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഭാവിയിലൊക്കെ അതിന്റെ കുറച്ച് മൂവ് ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ഗ്രാനൈറ്റിൽ തന്നെ നമ്മൾ ഗ്രൂവ് ഇട്ട് സിങ്ക് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% എത്ര വർഷം കഴിഞ്ഞാൽ ലീക്കിന്റെ ഇഷ്യൂ വരത്തേയില്ല. കിച്ചണിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് വന്നപ്പം നമുക്ക് അത്യാവശ്യം ഇവിടെ ഈ 2 സൈഡിലാണ് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിൽ നമ്മുടെ ഈ പറഞ്ഞ പാൻട്രി, അതിൻ്റെ താഴെ സ്റ്റോറേജ് ഉണ്ട്. റൈറ്റ് സൈഡിൽ നമ്മൾ ഒരുപാട് ഡെപ്ത് വെച്ചിട്ടില്ല, ഒരു ചെറിയ ഡെപ്തിൽ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ തന്നെ ഒരു വാട്ടർ പ്യൂരിഫയർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കിച്ചണിൽ തന്നെ മാറി നിൽക്കുക. പക്ഷെ നമുക്ക് കിച്ചണിൽ ഇങ്ങനെ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. നോർമലി കിച്ചണിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 60 സെന്റിമീറ്റർ ആണ്. പക്ഷെ നമുക്ക് 60 സെന്റിമീറ്റർ കൊടുക്കാതെ തന്നെ ഒരു 30 സെന്റിമീറ്റർ നമുക്ക് ഒരു സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. അവിടെ തന്നെ നമുക്ക് പല സാധനങ്ങൾ, ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഗ്ലാസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാം. ഇപ്പൊ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നമ്മളിപ്പം ഈ സൈഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെഫ്രിജറേറ്ററും നമ്മുടെ ഹുഡും ഹോബും എല്ലാം ഒരേ ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. റെഫ്രിജറേറ്റർ നമ്മൾ കൺസീൽ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ അത്യാവശ്യം ബാസ്ക്കറ്റ്സ് എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അടിയിലാണ് വിക്കർ ബാസ്ക്കറ്റ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് ഒനിയനും പൊട്ടാറ്റോ ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം മാക്സിമം എയർ സർക്കുലേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് വലിയ ഈ കോക്രോച്ചിൻ്റെ ഇഷ്യൂ ഒക്കെ വളരെ കുറവായിരിക്കും. ഇനി ഇതിനകത്ത് ഞാൻ ഇന്ന് വന്ന് കണ്ടപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആക്ച്വലി സിങ്കിൻ്റെ അടി വരുന്ന ഷട്ടറിൻ്റെ അവിടെ നമ്മൾ ആക്ച്വലി എയർ പാസ് ചെയ്യണം. കാരണം അന്ന് നമ്മളത് കൊടുത്തിട്ടില്ല. അപ്പൊ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഇവിടെ നമ്മൾ 2 എയർ വെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സിങ്കിൽ വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് കണ്ടമാനം മോയ്സ്ചറിന്റെ ഇഷ്യൂ ഉണ്ടാവും. ആ മോയ്സ്ചർ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു എയർ സർക്കുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കിച്ചണിന്റെ തൊട്ടടുത്താണ് ഒരു വലിയ വർക്ക് ഏരിയ ആണ്. ഈ വർക്ക് ഏരിയയിലാണ് നമ്മൾ വലിയ കാര്യമായിട്ടും ചെയ്തില്ല, ജസ്റ്റ് ഗ്രാനൈറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് ഒരു വാഷിംഗ് മെഷീനൊക്കെ വെച്ച് മാത്രമേ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഫ്ലോറിംഗ് എല്ലാം സെയിം ടൈൽസ് ഒക്കെയാണ് ഇട്ട് ഉപയോഗിച്ചേക്കുന്നത്. ബാക്കി പിന്നെ അടിയിൽ സ്റ്റോറേജ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഗ്രാനൈറ്റ് ഫിക്സ് ചെയ്ത് മുകളിൽ 2 കോർണർ ഷെൽഫ് മാത്രം കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫാണ്, കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ റഫായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ട് നമ്മൾ ഈ ലെവലിലാണ് ഈ വർക്ക് ഏരിയ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഞങ്ങൾ റെനോവേറ്റ് ചെയ്ത ബാത്റൂമിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. 1.5 വർഷമായി. പക്ഷെ 42 വർഷം പഴക്കമുള്ള ഒരു ബാത്റൂമിൻ്റെ രീതി എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഈ ബാത്റൂം നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ബാത്റൂമിന് വെന്റിലേഷൻ ഇല്ല. സോ ഇതിനകത്ത് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ മോയ്സ്ചറിന്റെ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഇതിന്റെ മുകളിൽ സീലിംഗ് കൊടുത്തിട്ട് ഇതിനകത്ത് എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് വെച്ചിട്ട് ഈ എക്സോസ്റ്റിന്റെ ഡക്റ്റ് നേരെ നമ്മൾ മറ്റ് 2ാമത്തെ ബാത്റൂമിന്റെ സൈഡിൽ കൂടെ പുറത്ത് വിട്ടേക്കുവാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു ബാത്റൂമിനകത്ത് നമുക്ക് വെന്റിലേഷൻ കൊടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഡിസൈൻ ചെയ്ത് ഒരു എക്സോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് എല്ലാം നമുക്ക് പുറത്ത് കളയാൻ പറ്റും.
ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീട്ടിൽ മുകളിലോട്ട് പോകുന്ന ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്താണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് നേരത്തെ പഴയ മൊസൈക്കും പഴയ രീതിയിലുള്ള ഹാൻഡ് റെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി ഇവിടെ ഒരു ഗ്ലാസ്സൊക്കെ ടഫൻ ഗ്ലാസ്സൊക്കെ ഫിക്സ് ചെയ്ത് ഒരു വുഡൻ ഹാൻഡ് ഹോൾഡൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് വന്നിട്ട് പഴയ മൊസൈക്ക് മാറ്റിയിട്ട് നമ്മളിവിടെ ലപ്പോത്ര ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. എല്ലാം ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം ബ്രൗണും ക്രീമും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സ്റ്റെയർ നമുക്ക് രാത്രിയിലൊക്കെ നമ്മുടെ മെയിൻ ലൈറ്റ് ഓൺ ചെയ്യാതെ തന്നെ നമുക്ക് ഈ സൈഡിലുള്ള ലൈറ്റ്സ് നമുക്ക് രാത്രിയിലൊക്കെ ഇറങ്ങി വരാൻ ഏറ്റവും ബെസ്റ്റാണ്. ഈ ലൈറ്റ്സ് എല്ലാം നമ്മളിവിടെ സൈഡിലെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റും, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ തന്നെ നമുക്ക് കയറി പോകാനും മാത്രമല്ല ഒരു ആംബിയൻസും കാണാനും ഭംഗിയാണ്. സ്റ്റെയറിൻ്റെ സൈഡ് മാത്രം നല്ല അത്യാവശ്യം വെട്ടം ഉണ്ടായിരിക്കും. അപ്പോൾ സാർ ഇപ്പം ഞങ്ങളിപ്പോൾ 1.5 വർഷമായല്ലോ ഈ വീടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ സാർ ഞങ്ങളെ എങ്ങനെ അറിഞ്ഞത്? ഫസ്റ്റ് നമ്മൾ ബ്രൗസ് ചെയ്താണ് സാർ ഞങ്ങളെ അറിഞ്ഞിട്ടുള്ളത്. അപ്പം ഇപ്പം ഞങ്ങൾ എന്തായാലും ഈ വീടിൻ്റെ സ്ട്രക്ചർ ഒഴികെ ബാക്കി ബാത്റൂം ആയാലും കിച്ചൺ ആണെങ്കിലും ഫ്ലോറിംഗ് ആണെങ്കിലും പെയിന്റിംഗ് ആണെങ്കിലും എല്ലാ വർക്കുകളും ഞങ്ങൾ ഇലക്ട്രിക്കൽ ഉൾപ്പെടെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സാറിന്റെ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എന്തായാലും 1.5 വർഷം കഴിയുമ്പോൾ എന്തായാലും ഒരു സാർ എന്തെങ്കിലും പറയാൻ കാണുമായിരിക്കുമല്ലോ? ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നു. പുതിയ വീട് പോലെ തന്നെ കാര്യങ്ങൾ ഇരിക്കുന്നു. ഈ സാറിന് എന്താണ് ഞങ്ങൾ വർക്കിംഗ് ടൈമിലൊക്കെ എന്താണ് സാറിന് പ്രത്യേകിച്ച് പറയാൻ? നമ്മളെ എക്സ്പെക്ടേഷനകത്തെക്കാട്ട് നമ്മളൊരു 50 ദിവസം ചോദിച്ചിരുന്നു, നിങ്ങളെ ചോദിച്ചിരുന്നു. പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾ 45 ഡേയ്സിനകത്ത് കംപ്ലീറ്റ് ചെയ്ത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതെ. എന്തായാലും ഞങ്ങൾക്ക് ഓവറോൾ ഞങ്ങൾക്ക് എന്ത് മാർക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ 10 അതെ. ഓക്കെ. അപ്പോൾ സാർ ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഒരു കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ കൺസ്ട്രക്ട് ചെയ്തതാണെങ്കിലും ഞങ്ങൾ റെനോവേറ്റ് ചെയ്തതാണെങ്കിലും ഇപ്പോൾ 1 വർഷം കഴിഞ്ഞാലും 1.5 വർഷം കഴിഞ്ഞാലും ഇപ്പോൾ കംപ്ലൈൻറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഫോൾട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ വന്ന് സർവീസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് സാറിന് ഒരു 3 ഇയർ വരെ ഞങ്ങൾ ആ സർവീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് എനി പേയ്മെന്റ്. ഞങ്ങൾ പേയ്മെന്റ് ചാർജ് ചെയ്യുന്നില്ല. അതിനകത്ത് ഞങ്ങളായിട്ട് ചെയ്തതിനകത്ത് എന്തെങ്കിലും ഫോൾട്ടോ കംപ്ലൈൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു പ്രത്യേക ഡിവിഷൻ തന്നെ ആംസൺ ലൈഫ് എന്നാണ് എൻ്റെ ആ ഒരു സർവീസിന്റെ പേര്. അപ്പം എന്തെങ്കിലും ഇപ്പോൾ ലൈഫ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും കിച്ചൺ ലീക്കോ അല്ലെങ്കിൽ ടാപ്പിൽ ലീക്കോ അങ്ങനെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പറയുക എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളത് ഞങ്ങളുടെ ആ ടൈം അനുസരിച്ചിട്ട് ഞങ്ങൾ വന്ന് സാറിന് സർവീസ് ഞങ്ങൾ തന്നിട്ടുമുണ്ട്. സാറിനോട് തന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇന്ന് വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ നാളെ ഞങ്ങൾ എന്തായാലും ആളിനെ വിട്ട് ആ പ്രോബ്ലം റെക്ടിഫൈ ചെയ്യും. അപ്പം ഇത് ആക്ച്വലി ഞങ്ങളുടെ കമ്പനി വർക്ക് ചെയ്യുന്നത് ന്യൂ കൺസ്ട്രക്ഷൻ മാത്രമല്ല, ഒരു വീടിന്റെ ഒരു ഹോം ഡോക്ടർ തന്നെ നമ്മൾ പറയും. അപ്പം ഒരു ഹോസ്പിറ്റൽ പോലെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും എത്ര വർക്ക് ചെയ്താലും എന്തെങ്കിലും ഫോൾട്ട് വന്നുകൊണ്ടിരിക്കുമല്ലോ, അത് റെക്ടിഫൈ ചെയ്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് സാറ് തീർച്ചയായിട്ടും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക. പിന്നെ സാറിന് ഞങ്ങൾ ഇപ്പൊ ഈ 1.5 വർഷം കഴിഞ്ഞ് കണ്ടപ്പോഴും ഞങ്ങളെ വളരെ ഹാപ്പി ആയിട്ട് ഇൻവൈറ്റ് ചെയ്തത് ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെ ഞങ്ങൾ മുമ്പോട്ട് പോകാന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. മാഡത്തിന് എന്താ പറയാനുള്ളത്? I will surely recommend Arms and Homes. Okay. Thank you, madam. Thank you so much.